സംസ്ഥാനത്ത് കാലവർഷം എത്തിയെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഈ സ്ഥിരീകരണം നൽകിയത്. 2009-ലാണ് ഇതിനു മുൻപ് ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത്. പ്രതീക്ഷിച്ചതിലും 8 ദിവസം മുൻപെയാണ് ഇത്തവണ ഇടവപ്പാതി തുടങ്ങിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ശക്തമായ മഴയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴക്കെടുതി വിലയിരുത്താൻ സർക്കാർ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷംന ചേരുകയാണ്. ഷംന, ഇന്ന് എല്ലാ ജില്ലകളിലും കനത്ത മഴയാണല്ലോ. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്? മഞ്ജുഷ്, കാലവർഷം മൺസൂൺ കഴിഞ്ഞ 15 വർഷത്തിനിടെ നേരത്തെ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടും ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ്. അങ്ങനെ മുഴുവൻ ജില്ലകൾക്കും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ നാളെ വടക്കൻ കേരളത്തിൽ ഒന്നാകെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകൾക്കും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടെ മൺസൂൺ ആദ്യമായാണ്. ഒപ്പം തന്നെ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി കൊങ്കൺ തീരത്ത് തീരം തൊട്ടു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ മഴ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ തന്നെ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ വളരെ ചുരുങ്ങിയ സമയത്തായിരിക്കും മഴ പെയ്യുക. അത് അതിതീവ്ര മഴയായിരിക്കും. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് ഒപ്പം ഉയർന്ന തിരമാലയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും കൂടിയുണ്ട്. ഇന്നലെ പെയ്ത മഴയിൽ വൻ നാശനഷ്ടമാണ് തലസ്ഥാനത്ത് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് ഈ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് 5 മണിക്കാണ് യോഗം ചേരുക. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാർ, മറ്റ് MLA-മാർ തുടങ്ങി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നതായിരിക്കും യോഗത്തിൽ വിശദമായി തന്നെ ഇന്നലെ ഉണ്ടായ നാശനഷ്ടങ്ങൾ, ഇനിയുള്ള മൺസൂണിനെ എങ്ങനെ വരവേൽക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് അവലോകന യോഗത്തിൽ വിഷയമാകുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും മഴ ശക്തമാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സാധാരണയേക്കാൾ നേരത്തെ എത്തി. ഒപ്പം സാധാരണഗതിയിൽ തെക്കൻ കേരളത്തിലാണ് ആദ്യം മൺസൂൺ എത്തുന്നത്. പിന്നീട് അത് വടക്കൻ കേരളത്തിലേക്ക് വ്യാപിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. വടക്കൻ കേരളത്തിൽ ആദ്യം മൺസൂൺ എത്തി, പിന്നീട് അത് തെക്കൻ കേരളത്തിലേക്ക് വ്യാപിക്കുകയാണ്. നൽകിയത് ഇന്ന് മെയ് 24-ന് കാലവർഷം എത്തിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1990-ൽ മെയ് 19-നാണ് കാലവർഷം എത്തിയത്. 2009-ൽ 16 വർഷങ്ങൾക്ക് മുൻപ് കാലവർഷം എത്തിയത് മെയ് 23-നായിരുന്നു. അതിനുശേഷം ഇത്രയും നേരത്തെ കാലവർഷം തുടങ്ങുന്നത് ഇതാദ്യമാണ്.